കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവരും സുവിശേഷത്തിൻ്റെ സത്യം അനുസരിക്കുകയും ചൊവ്വായിട്ട് നടക്കുകയും ചെയ്യേണ്ടവരാണ്. സുവിശേഷ സത്യം അനുസരിച്ച് ചൊവ്വായിട്ട് നാം നടക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ വചനം ശ്രദ്ധിക്കുകയും അത് അനുസരിക്കുവാൻ സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. ഗലാത്യലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ അവർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട് ഞാൻ എല്ലാവരും കേൾക്കെ കേഫാവിനോട് പറഞ്ഞത്. പൗലോസ് പത്രോസിനെ തിരുത്തുന്ന ഒരു ഭാഗമാണ് 11-ാമത്തെ വാക്യം മുതൽ നാം കാണുന്നത്. പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ പൗലോസ് അവനിൽ കുറ്റം കണ്ടു. രണ്ടുപേരും അപ്പോസ്തലന്മാരാണ്. എന്നാൽ പത്രോസിൽ കുറ്റം കണ്ടപ്പോൾ പൗലോസ് എന്താ ചെയ്തത്? അവൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. അതാണ് ശരിയായ മാർഗം. ഒരാൾ തെറ്റിപ്പോയാൽ സൗമ്യതയുടെ ആത്മാവിൽ അവനെ യഥാസ്ഥാനപ്പെടുത്തണം എന്ന് തിരുവെഴുത്തിലുണ്ട്. കുറ്റം നാടുനീളെ പറഞ്ഞ് നടന്നില്ല. ആരാണോ കുറ്റം ചെയ്തത് ആ വ്യക്തിയോട് നേരിട്ട് അഭിമുഖമായി ഈ കാര്യങ്ങൾ പറയുകയും സംസാരിക്കുകയും ചെയ്യുകയാണ്. ഇതാണ് ദൈവവചനത്തിൻ്റെ ശരിയായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഒരാൾ തെറ്റിപ്പോയി എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അയാളുടെ തെറ്റ് നാടുനീളെ വിളംബരം ചെയ്യുവാൻ ദൈവം നമ്മെ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. തെറ്റിപ്പോയ വ്യക്തിയെ നേരിൽ കണ്ട് ആ തെറ്റിനെക്കുറിച്ച് ബോധം വരുത്തി സംസാരിക്കുക, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക എന്നുള്ളതാണ് ദൈവവചനത്തിൻ്റെ പ്രമാണത്തിൽ നാം കാണുന്നത്. പത്രോസിനും തെറ്റുപറ്റാം. തെറ്റാവരമൊന്നും പത്രോസിന് ലഭിച്ചിട്ടില്ല. ഏതു മനുഷ്യനും തെറ്റുപറ്റാം. മനുഷ്യൻ തെറ്റിപ്പോകുന്ന ഹൃദയം ഉള്ളവനാണ്. അപ്പോസ്തലൻ ആയതുകൊണ്ടോ കൃപാവരങ്ങൾ ഉള്ളതുകൊണ്ടോ ഒരാൾക്ക് തെറ്റിപ്പോകാൻ യാതൊരു സാധ്യതയുമില്ല എന്നാരും വിചാരിക്കരുത്. അതുകൊണ്ട് പത്രോസ് തെറ്റിപ്പോയപ്പോൾ പൗലോസ് പത്രോസിനെ തിരുത്തുവാൻ ശ്രമിക്കുന്ന വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ വായിച്ച തിരുവെഴുത്തിൽ നാം കാണുന്നത് സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായിട്ട് നടക്കുക. സുവിശേഷം എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു സത്യമാണ്. ആ സത്യം ക്രിസ്തുവിനെ നാം അനുസരിക്കുകയും ചൊവ്വായിട്ട് നടക്കുകയും ചെയ്യേണ്ടതിനാണ് ദൈവം നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്നും സുവിശേഷത്തിൻ്റെ സത്യം അനുസരിക്കാതെ ചൊവ്വായിട്ട് ജീവിക്കാതെ ദൈവനാമത്തെ ദുഷിപ്പിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. പൗലൂസിനെ പോലെ തൻ്റെ ഇടവും ധൈര്യവും ആത്മനിറവും ഉള്ളവരാണ് ഈ കാലങ്ങളിൽ എഴുന്നേൽക്കേണ്ടത്. ഒരു പത്രോസ് സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായിട്ട് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ബർന്നബാസും ചില യഹൂദന്മാരും ഇത് കണ്ട് തെറ്റിപ്പോയപ്പോൾ, അതായത് പത്രോസിൻ്റെ കാപഢ്യം നിമിത്തം, പത്രോസ് ചെയ്ത തെറ്റ് നിമിത്തം പത്രോസിനോടുകൂടെ ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർന്നബാസും തെറ്റിപ്പോകാൻ ഇടവന്നു എന്നാണ് തിരുവെഴുത്തിൽ നാം കാണുന്നത്. ഒരാൾ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് എത്രയോ പേരെയാണ് സ്വാധീനിക്കുന്നത്. പ്രത്യേകിച്ച് പത്രോസിനെ പോലെയുള്ള ഒരു ചർച്ച് ലീഡർ തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റ് അനേകരിലേക്ക് സ്വാധീനം ചെലുത്തുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നേതൃത്വത്തിലിരിക്കുന്നവർ, സഭയെ നടത്തുന്നവർ, ചർച്ച് ലീഡേഴ്സ് തെറ്റിപ്പോകാതിരിക്കാൻ സൂക്ഷിക്കണം. ഏതെങ്കിലും നിലയിൽ തെറ്റിപ്പോയാൽ അവർ ചെയ്ത തെറ്റ് നിമിത്തം അനേകർ തെറ്റിപ്പോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ദൈവം ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാവരും ഈ കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൗലൂസിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു തെറ്റിപ്പോയ പത്രോസിനെയും ബർന്നബാസിനെയും ഒക്കെ തിരിച്ചു കൊണ്ടുവരുവാൻ. പൗലൂസ് പത്രോസിനോട് പറഞ്ഞത്,
നീ യഹൂദ മര്യാദ പ്രകാരമല്ല, ജാതികളുടെ മര്യാദ പ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞ് പത്രോസിന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണല്ലോ. നമുക്കും ഈ വചനത്തിന് മുമ്പിൽ നമ്മെ പരിശോധിക്കാം. സുവിശേഷത്തിൻ്റെ സത്യം അനുസരിക്കുന്നവരാണോ നാം ചൊവ്വായി നടക്കുന്നവരാണോ? നാം പത്രോസിനെ പോലെ എപ്പോഴെങ്കിലും കാപട്യം കാണിച്ചിട്ടുണ്ടോ? നമ്മുടെ കാപട്യം നിമിത്തം ആരെങ്കിലുമൊക്കെ ദൈവകൃപയിൽ നിന്ന് തെറ്റിപ്പോകുവാൻ ഇടവന്നിട്ടുണ്ടോ? പൗലോസിനെ പോലെയുള്ള ആളുകൾ നമ്മുടെ കാപട്യത്തെ വെളിപ്പെടുത്തിയപ്പോൾ, തിരുത്തുവാൻ ശ്രമിച്ചപ്പോൾ, പത്രോസിനെ പോലെ നാം ദൈവസന്നിധിയിൽ നമ്മെ വിനയപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് സന്തോഷിപ്പാൻ കഴിയും. തെറ്റുകൾ ഒരിക്കലും മറച്ചു വയ്ക്കരുത്. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവർക്ക് ശുഭം വരികയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം, വചനം അനുസരിക്കാം, സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് ചൊവ്വായിട്ട് മര്യാദയായിട്ട് ജീവിക്കാം. കർത്താവേ, അനേകർ വഴിതെറ്റിപ്പോകുന്നു, അനേകർ ചൊവ്വില്ലാതെ ജീവിക്കുന്നു, അനേകർ സുവിശേഷത്തിൻ്റെ സത്യം അനുസരിക്കാതിരിക്കുന്നു. ഇതിൻ്റെ നടുവിൽ ഏതെങ്കിലും നിലയിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ദൈവം മടക്കി വരുത്തണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.